ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലത്തെ ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആം, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇൻട്രൊഡക്ഷൻ, എബ്രായർക്കെഴുതിയ ലേഖനം, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പേര് കൊണ്ട് തന്നെ നമുക്കറിയാം ഇത് ആർക്കെഴുതിയതാണെന്ന്. എബ്രായർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം 1 എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഈ ജൂയിഷ് എപ്പിസ്റ്റൽസ് അതിൽ ഒന്നാമത്തേതാണ്. അതായത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള ആ ഭാഗം അതിനകത്തെ ആദ്യത്തെ പുസ്തകമാണ്. അതിനായി തന്നെ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ പരിശുദ്ധാത്മാവ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തെ പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനത്തിന് ശേഷം ആരംഭത്തിൽ തന്നെ പ്ലേസ് ചെയ്തതിൻ്റെ കാര്യത്തിലും ഒരു പ്രത്യേക ദൈവിക ഉദ്ദേശമുണ്ട്. മെയിൻ തീം ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറഞ്ഞാൽ ദ സുപ്രീമസി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ സഫിഷ്യൻസി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായത് യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയും യേശു ക്രിസ്തുവിൻ പരിപൂർണതയും, ദി സഫിഷ്യൻസി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് അതിൻ്റെ മെയിൻ തീം. അതിനെക്കുറിച്ച് ഓരോ അധ്യായം വെച്ച് നമുക്ക് മുൻപോട്ട് പഠിച്ചു പോകാം. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കടക്കാം. റോമർക്കെഴുതിയ ലേഖനം ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന് എത്രയോ ഇമ്പോർട്ടൻ്റ് ആയൊരു പുസ്തകമാണ്. അതായത് നമ്മുടെ ഇന്നത്തെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ആവശ്യമാകുന്ന എല്ലാ ഡോക്ട്രിൻസും റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഹെബ്രായർക്കെഴുതിയ ലേഖനവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റോളാണ് വഹിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. റോമർക്കെഴുതിയ ലേഖനം കൃപയുടെ യുഗത്തിന്റെ ആരംഭം കാണിക്കുമ്പോൾ തന്നെ മുമ്പുണ്ടായിരുന്ന ആ ഒരു വ്യവസ്ഥയുടെ അവസാനവും അതിൻ്റെ ഡിമിനിഷിങ്, അതിൻ്റെ അവസാനം കാണിക്കുകയാണ്. എന്തായിരുന്നു റോമർക്കെഴുതിയ ലേഖനത്തിന് മുൻപ്, അല്ലെങ്കിൽ ദ ഗ്രേസ് ഏജ്, കൃപയുഗത്തിന്റെ മുമ്പുള്ള ആ ഒരു രക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഐഡന്റിഫൈ ചെയ്യുക, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ പ്രവൃത്തികൾ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളൊക്കെ ചെയ്യുക. വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ വേണം. പക്ഷെ ആ ഒരു കാലഘട്ടം അവസാനിച്ചിട്ട് പൗലോസ് അപ്പോസ്തലനിൽ കൂടി കർത്താവായ യേശുക്രിസ്തു പുതിയൊരു കാലഘട്ടം ആരംഭിക്കുക. അതാണ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗം. മുമ്പ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലായിരുന്നു ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്, ഇല്ലേ? മുമ്പ് പ്രവൃത്തിയും വിശ്വാസവും വേണമായിരുന്നു. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം മുതൽ അങ്ങോട്ട് ആരംഭിക്കുന്നത് എന്തുവാണ്? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ ഉള്ള നീതീകരണം. ദ കിങ്ഡം പ്രോഗ്രാം വാസ് സ്ലോലി കമ്മിങ് ടു ആൻ എൻഡ്. രാജ്യത്തിന്റെ ആ ഒരു പദ്ധതി പതിയെ ക്രമേണ അത് വന്ന് നിന്നു. കൃപയുടെ യുഗം ആരംഭിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് റോമർക്കെഴുതിയ ലേഖനം തൊട്ട് ഫിലെമോൻ വരെയുള്ള ലേഖനങ്ങൾ പരിശുദ്ധാത്മാ പുസ്തകത്തിൽ, ബൈബിളില് ആ ക്രമത്തിലാണ് വെച്ചിരിക്കുന്നത്. അതേസമയം ഹെബ്രായർക്കെഴുതിയ ലേഖനം അത് എഴുതപ്പെട്ടിരിക്കുന്നത് ആർക്കാണ്? റാപ്ചറിന് ശേഷം ഉള്ള ജൂയിഷ് ഓഡിയൻസിന് വേണ്ടിയാണ്, യഹൂദർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. അപ്പോൾ തന്നെ റാപ്ചറിന്, അത് ബോഡി ഓഫ് ക്രൈസ്റ്റിന് മുന്നേ ഉള്ള ആ യഹൂദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, അഥവാ കർത്താവായ യേശു ക്രിസ്തു, ഒരു ഉദാഹരണത്തിന് ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഒരു തോട്ടക്കാരൻ്റെ ഉപമ, അല്ലേ? തോട്ടക്കാരൻ വന്ന്, തോട്ടത്തിന്റെ ഉടമ വന്നിട്ട് ഈ അത്തിവൃക്ഷത്തിൽ നോക്കി ഫലം കാണുന്നില്ല. ഉടനെ വേലക്കാരനോട് എന്ത് പറഞ്ഞു? ഈ അത്തിവൃക്ഷം
ഞാൻ വന്ന് നോക്കുന്നു, ഇതിനകത്ത് ഫലമില്ലായകയാൽ ഇതിനെ വെട്ടി കളയുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തോട്ടക്കാരൻ അവിടെ ഉപമിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനുമായിട്ടാണ്. അപ്പൊ പറയുകയാണ്, ഇല്ല, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ അതിന് വീണ്ടും വണ്ണം പരിപാലനം കൊടുത്ത് വളവും വെള്ളം നനച്ചൊക്കെ കൊടുത്ത് നോക്കാം. 1 വർഷത്തിനകം ഫലമില്ലെങ്കിൽ നമുക്കിതിന് ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറയുകയാണ്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം അല്ലെ ഒരു കാലയളവോടെ കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴും ആ കിങ്ഡം പ്രോഗ്രാം ഇങ്ങനെ നിലനിൽക്കുകയാണ്, അല്ലെ? സ്തേഫാനോസിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വചനം, ആ ഒരു മെസ്സേജൂടെ ഇസ്രായേൽ മക്കൾ തിരസ്കരിച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്നാണ് കർത്താവ് യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുന്നതും സ്വർഗീയമായ ഒരു വിളി അപ്പോസ്തലന് കൊടുത്ത് പൗലോസ് അപ്പോസ്തലനെ ജാതികളുടെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിട്ട് കിങ്ഡം പ്രോഗ്രാം പതിയെ എൻഡ് ആകുക, ഇല്ലേ? അതുപോലെയാണ് ആ ഒരു പീരീഡിൽ ഉള്ള ലിറ്റിൽ ഫ്ലോക്ക് ജൂയിഷ് ചർച്ചിന് ഉള്ള ഉപദേശമായിരുന്നു ഇത്. ഹെബ്രായർക്കെഴുതിയ ലേഖനം was the last call of Jesus Christ to the people of Israel. ഇസ്രായേൽ മക്കൾക്കുള്ള ഒരു അവസാനത്തെ വിളിയായിരുന്നു ഹെബ്രായർക്കെഴുതിയ ലേഖനം. ഓക്കെ, അപ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ പുതിയ ആരംഭങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. ഒരു പുതിയ വഴി, ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ സൃഷ്ടി, ഇല്ലേ? എന്താണ് ഈ പുതിയ സൃഷ്ടി? കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനാൽ ഈ നടുവിൽ ഉള്ള ആ വേർതിരിവിന്റെ ആ മതിൽ ഇടിച്ചു കളഞ്ഞ് യഹൂദരെയും അന്യജാതിക്കാരെയും ഒരു ശരീരമാക്കി, ക്രിസ്തുവിൽ ഒരു ശരീരമാക്കുന്ന ഒരു പുതിയ സൃഷ്ടി, എ ന്യൂ ക്രീച്ചർ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇല്ലേ? അങ്ങനെ പുതിയ ആരംഭിക്കുമ്പോൾ ഹെബ്രായർക്കെഴുതിയ ലേഖനം എന്താണ് ചെയ്യുന്നത്? ഹെബ്രായർക്കെഴുതിയ ലേഖനം ഇറ്റ്സ് എ ബ്രിഡ്ജ്. എവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ സ്റ്റോപ്പായോ അവിടുന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം, ഇല്ലേ? നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് ഇന്ന് തന്നെ നമുക്ക് പഠിക്കാം. ഇതെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ഉള്ള വിഷയവും ഇതാരെഴുതി എന്നുള്ള വിഷയത്തിലൊക്കെ വളരെ അൺസർട്ടനിറ്റീസ് ഉണ്ട്. ഇത് നിശ്ചയമായിട്ടും AD 70 മുന്നേ എഴുതിയതുമാണ്. അപ്പോൾ തന്നെ അനേക ദൈവദാസന്മാർ വിശ്വസിക്കുന്നത് ഇത് കൃപയുടെ ആ യുഗം ആരംഭിക്കുന്നതിന് മുന്നേ എഴുതിയതാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ കിങ് ജെയിംസ് ബൈബിൾ, അതിനകത്ത് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ ആ തലക്കെട്ട് നോക്കിയാൽ പൗലോസിന്റെ ലേഖനം എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം, ബൈബിൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് അതാണ് ദൈവശ്വാസം. അതേസമയം അതിനകത്ത് മാർജിനിൽ എഴുതിയിരിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരുടെ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ C.I. സ്കോഫീൽഡിന്റെ ബൈബിൾ നമ്മളെടുത്ത് നോക്കിയാൽ ഒരു ബൈബിൾ വാക്യങ്ങൾ അതുപോലെ തന്നെ ഉണ്ട്. എന്നാൽ അത് കഴിഞ്ഞാൽ C.I. സ്കോഫീൽഡിനോട് കൂടെ പ്രവർത്തിച്ച അനേകരുടെ അഭിപ്രായങ്ങൾ, വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളൊന്നും ദൈവശാസ്ത്രമല്ല, ഓക്കെ, അതോറിറ്റേറ്റീവ് അല്ല. അതെല്ലാം ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എഴുതിയിരിക്കുന്നതാണ്, അഭിപ്രായങ്ങളാണ് അതൊക്കെ, റൈറ്റ്? അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ നോക്കുമ്പോൾ AD 70 മുന്നേ എഴുതിയിരിക്കുന്നെന്ന് പറയുന്ന കാരണം ദേവാലയം അവിടെ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഏതു പുരോഹിതനും ദിവസങ്ങൾ ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ടും നിൽക്കുന്നു. ഇവിടെ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. ദിവസേന ശുശ്രൂഷിച്ചും ഇങ്ങനെ യാഗങ്ങൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇംഗ്ലീഷിൽ ദ പ്രീസ്റ്റ് സ്റ്റാൻഡത്ത് ഡെയിലി മിനിസ്റ്ററിങ്. അപ്പൊ എന്തുണ്ട്? ഇത് എഴുതുന്ന സമയത്ത് അവിടെ ദേവാലയവും ഉണ്ട്,
അവിടെ ശുശ്രൂഷകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാര്യം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കാം. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്, അതിന് 5 മണ്ഡപം ഉണ്ട്. There is at Jerusalem by the sheep market a pool which is called in the Hebrew tongue Bethesda, having 5 porches. അതായത് ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതുമ്പോഴും യെരുശലേം ദേവാലയം എന്തുണ്ട്, അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, ഇല്ലേ? ആ കുളം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കണം, ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തലക്കെട്ട് നോക്കിയാൽ AD 90s 95 ഒക്കെ എഴുതും. പക്ഷേ നമുക്കറിയാം AD 70 ഈ ദേവാലയം, ആ ഒരു മതിൽ, വെസ്റ്റേൺ വാൾ ഒഴികെ ബാക്കി എല്ലാം ഇടിച്ചു കളയുകയുണ്ടായി. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? പല ഡേറ്റ്സും ബൈബിളിൽ എഴുതപ്പെട്ടത് ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നത്? ഈ അപ്പോസ്റ്റോലിക് കണ്ടിന്യൂവേഷൻ, അപ്പോസ്റ്റോലിക് അതോറിറ്റിയുടെ കണ്ടിന്യൂവേഷൻ കാണിക്കാൻ വേണ്ടി ആദ്യ പിതാക്കന്മാർ പല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് എങ്ങനെ ഒരു ഉറപ്പ് ലഭിക്കാൻ കഴിയുന്നത്? ബൈബിളിലെ ഇന്റേർണൽ എവിഡൻസ്, ബൈബിളിനകത്തുള്ള വാക്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരെഴുതി, എപ്പോഴെഴുതി എന്ന്. ഓക്കെ, സോ ബൈബിളിനെ നമ്മൾ ബൈബിൾ കൊണ്ട് തന്നെ പഠിക്കണം. ഓക്കെ, അതാണ് ബൈബിളിന്റെ ഒരു ആ ഒരു അഡ്വൈസ്. എന്താ? റൈറ്റ്ലി സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനത്തെ ശരിയായി വിഭജിച്ച് പഠിക്കണം എന്നാണ്, അല്ലേ? മറ്റ് റെഫറൻസസ്, കൺകോർഡൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് പല ഐഡിയാസ്, പല നോളജ് കിട്ടും. പക്ഷെ ദൈവവചനം യഥാർത്ഥമായിട്ട് പഠിക്കേണ്ടത് ഇന്റേർണൽ എവിഡൻസ് യൂസ് ചെയ്ത, ഓക്കെ, അതായത് ബൈബിളിനകത്തുള്ള വാക്യങ്ങൾ ഉപയോഗിച്ച്. നമുക്ക് മുൻപോട്ട് പോകാം. അപ്പൊ AD 70 മുന്നേ ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത്, പീഡനം തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ അത് അതിന്റെ തീവ്രതയിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് വായിച്ചു നോക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ന്റെ 3-4 വരെയുള്ള വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടിക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പൊ കണ്ടോ? അപ്പൊ ഇത് എഴുതുമ്പോൾ ഒരു പീഡനം ആരംഭിക്കുന്നേ ഉള്ളൂ, പക്ഷെ അത് അതിന്റെ പൂർണ്ണതയിലേക്ക്, ആ വലിയ ഒരു പീഡനമായിട്ട് മാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് എഴുതുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന അനേകര്, അവർക്ക് അവരുടെ വസ്തുക്കൾ, അവരുടെ കുടുംബങ്ങൾ, ബന്ധങ്ങളൊക്കെ നഷ്ടമാകുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിലൊരു ചിന്ത, ഈ ക്രിസ്ത്യൻസ് ചർച്ചിന്റെ കൂടെ അവർ വന്നിരിക്കുമ്പോൾ അവർ നോക്കുകയാണ്, എടാ ഈ ചർച്ചുകളിലും ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ ഇവരും അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബിന്റെയും ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നമ്മുടെ പിതാക്കന്മാരല്ലേ ഇവരെല്ലാരും എന്നാണ് അവരുടെ ഒരു ചിന്ത. അപ്പൊ അവരെന്ത് ചെയ്യുകയാണ്? ഈ പീഡനം വരുന്നു എന്നറിയുമ്പോൾ, അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോൾ അനേകര് തിരിച്ച് ജൂഡായിസത്തിലേക്ക് മടങ്ങി പോകുകയാണ്. അപ്പോൾ ഈ ഹെബ്രായർക്കെഴുതിയ ലേഖനം, ഇതിൻ്റെ ഒരു 2-ാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, 1-ാമത്തെ ഉദ്ദേശം ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, 2-ാമത്തെ ഉദ്ദേശം ഈ ജനത്തെ പിന്തിരിയുന്നതിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നതിൽ നിന്ന് തടയുക, അവരോട് ചൂണ്ടിക്കാണിക്കുക, അല്ല ക്രിസ്തു പഴയതുള്ളതിനെക്കാട്ടിലും എത്ര ശ്രേഷ്ഠമാണ്. പഴയ മോശയെക്കാട്ടിലും ശ്രേഷ്ഠം, യോശുവയെക്കാട്ടിലും ശ്രേഷ്ഠം, പ്രവാചകന്മാരെക്കാട്ടിലും ശ്രേഷ്ഠം, അഹരോന്യ പൗരോഹിത്യത്തെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം അതും പഴയ യാഗങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠമാണ് ക്രിസ്തുവിന്റെ യാഗം എന്ന് ക്രിസ്തുവിന്റെ ആ ഒരു ശ്രേഷ്ഠത എടുത്തു കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോയാൽ നിങ്ങൾക്ക് വലിയ ശിക്ഷാവിധിയേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ പല കാര്യം പഴയ നിയമത്തിൽ നിന്ന് പുനരാരംഭിക്കുമ്പോൾ, ഈ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് പുനരാരംഭിക്കുമ്പോൾ, ദൈവത്തിന്റെ ഒരു
പ്രത്യേക ചിത്രീകരണം ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലുണ്ട്. 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ എഴുതിക്കുക, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലയോ എന്ന് എക്സോഡസ് പിന്നെ ആവർത്തന പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യം വീണ്ടും ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ദൈവത്തിന്റെ ആ ഒരു ചിത്രീകരണമാണ് ഹെബ്രായ ലേഖനകർത്താവ് കൊണ്ടുവരുന്നത്. ഏതാ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലയോ. പക്ഷെ ഈ കൃപയുടെ യുഗത്തിൽ റോമർക്കെഴുതിയ ലേഖനം തൊട്ട് ഫിലേമോൻ വരെയുള്ള ലേഖനത്തിൽ ദൈവമക്കളോട് ദൈവത്തെ അങ്ങനല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. ഇല്ലേ? കർത്താവിന്റെ കൃപയും സ്നേഹവും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ എന്നുള്ളൊരു ആശയമാണ് നമ്മൾ റോമർക്കെഴുതിയ ലേഖനം തൊട്ട് ഫിലേമോൻ വരെ കാണുന്നത്. പക്ഷെ ഹെബ്രായർ തൊട്ട് ഒരു ഒരു വ്യത്യസ്തമായ ഒരു ചിത്രീകരണമാണ് കാണുന്നത്. നമുക്ക് മുൻപോട്ട് നോക്കാം. ആരെഴുതി എന്നുള്ളൊരു വിഷയത്തിൽ ദർ ഈസ് സർട്ടൻ അൺസർട്ടനിറ്റി ഉണ്ട്. ബട്ട് സർട്ടൻ സജഷൻസ് എന്ന് പറഞ്ഞാൽ പൗലോസ്, ബർന്നബാസ് ഒരു ലേവ്യനായിരുന്നു. അപ്പോൾ തന്നെ ഈ പുസ്തകം ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ഹെബ്രായർക്കെഴുതിയ ലേഖനവും ലേവ്യ പുസ്തകവുമായിട്ട് അനേക കണക്ഷൻസ് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ബർന്നബാസ് ആകാം എന്ന് പറയുന്നുണ്ട്. ടെർട്ടൂലിയൻ പോലുള്ള പിതാക്കന്മാര് അപ്പോലോസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ലൂക്കോസ് ആണെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ ഇന്റേണൽ എവിഡൻസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ മർക്കോസ് എഴുതിയതാണ് എന്നാണ് ചാൻസ് കൂടുതൽ. പൗലോസ് എഴുതാൻ ചാൻസ് കുറവാണ്. കാരണം ഇത് അതിൻ്റെ ഈ എബ്രായർക്കെഴുതിയ ലേഖനം 2-ന്റെ 3-ാമത്തെ അധ്യായത്തിൽ 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഹൗ ഷാൽ വി എസ്കേപ്പ് ഇഫ് വി നെഗ്ലക്ട് സോ ഗ്രേറ്റ് സാൽവേഷൻ വിച്ച് at the first began to be spoken by the Lord and was confirmed unto us by them that heard him. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്ത് കർത്താവിനോട് കൂടെ നടന്ന ഒരു വ്യക്തി അല്ല ഈ ലേഖനം എഴുതിയത്. കാരണം ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന വ്യക്തികളാൽ ഉറപ്പ് ലഭിച്ചൊരു വ്യക്തിയായ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ് ഇത് എഴുതിയത്. അപ്പോൾ തന്നെ നമുക്ക് പൗലോസിനെ കുറിച്ച് അറിയാം. പൗലോസ് ഒരിക്കലും യെരുശലേമിൽ പോയി യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് ഒന്നും പ്രാപിച്ചിട്ടില്ല. അതങ്ങനെ ഗലാത്യർക്കെഴുതിയ ലേഖനം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇല്ലേ? പൗലോസ് അപ്പോസ്തലന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ആണ് വെളിപ്പാടുകൾ കൊടുത്തത്, അല്ലേ? അപ്പൊ അത് പൗലോസിന്റെ റോമർക്കെഴുതിയ ലേഖനം തൊട്ട് ഫിലേമോൻ വരെയുള്ള ആ ആശയങ്ങൾ, ആ കൃപയുടെ ആശയം ഈ ലേഖനങ്ങളിൽ ഒന്നും കാണുകയില്ല. നമുക്ക് മുൻപോട്ട് പോകാം. പഴയ നിയമത്തിലെ അനേക കാര്യങ്ങൾ ഹെബ്രായർക്കെഴുതിയ ലേഖനം റീഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പഴയ നിയമത്തിലെ പല കാര്യങ്ങളും എബ്രായ ലേഖനത്തിൽ പുനരാരംഭിക്കുന്നു. അത് ആ കാര്യങ്ങൾ നമുക്ക് ചിലതൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ ഇമ്പോർട്ടൻസും ബൈബിളിൽ പരിശുദ്ധാത്മാവ് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥാനം. അപ്പോ പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനത്തിന് ശേഷം ഹെബ്രായർക്കെഴുതിയ ലേഖനം കൊണ്ട് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥാനത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ അറിയാം, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. അതിനുശേഷം പൗലോസ് അപ്പോസ്തലനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. അതോടുകൂടെ സ്ലോലി ഡിമിനിഷ് ചെയ്യുമായിരുന്നു ദ കിങ്ഡം പ്രോഗ്രാം. ഉടനടി ഒറ്റ ദിവസം കൊണ്ട് നിന്നില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിലും നമുക്കറിയാം, അപ്പോസ്തലന്മാർ, കർത്താവിന്റെ ശിഷ്യന്മാർ ദേവാലയത്തിൽ പല ടൈമിൽ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ യാക്കോബ് പൗലോസിനെ വിളിച്ച് പറയുക, എന്താണ് പറയുന്നത്? ജെയിംസ്, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നോക്ക് സഹോദര, എത്രയോ ആയിരങ്ങൾ വിശ്വസിക്കുന്നു. യഹൂദന്മാരെ കുറിച്ച് പറയും, എത്രയോ ആയിരങ്ങൾ വിശ്വസിക്കുന്നു. ഇവരെല്ലാരും ന്യായപ്രമാണം പാലിക്കുവാൻ താല്പര്യമുള്ളവരാണെന്നാണ് പറയുന്നത്. കണ്ടില്ലേ? അപ്പോൾ ദ കിങ്ഡം പ്രോഗ്രാം ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ്ലി. അത് സ്ലോലിയാണ് നിന്നത്, അല്ലേ? അപ്പൊ അത് നിന്നതിന് ശേഷം കൃപയുടെ യുഗം
ഇന്നും തുടരുകയാണ്. പൗലോസ് മുതൽ എവിടെ വരെ തുടരും? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉൾപ്രാവണം വരെയും ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗം തുടരും. അതിനുശേഷം എവിടെ രാജ്യത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ പ്രവചന പദ്ധതി എവിടെ അവസാനിച്ചോ അവിടെ നിന്നും വീണ്ടും ഹെബ്രായർക്കെഴുതിയ ലേഖനം കാര്യങ്ങൾ തുടരുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ഓവർ ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പൊ കണ്ടു, ഇറ്റ്സ് എ റീഇൻട്രൊഡക്ഷൻ ടു ദ ടൈം പാസ്റ്റ്. മുൻകാലങ്ങളിലേക്ക് ഉള്ളൊരു റീഇൻട്രൊഡക്ഷനാണ്. മുൻകാലം വീണ്ടും ആരംഭിക്കുക. പ്രവാചകന്മാരിൽ കൂടി എന്ത് പിതാക്കന്മാരോട് സംസാരിച്ചോ ആ വിഷയം വീണ്ടും ആരംഭിക്കുകയാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ പ്രവചന പദ്ധതിയിലെ കാര്യങ്ങളാണ്. ദാനിയേൽ പ്രവചനങ്ങൾ, ദാനിയേൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, യെശയ്യാ പറഞ്ഞിരിക്കുന്ന, എഹെസ്കേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് റാപ്ചറിന് ശേഷം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉൾപ്രാവണത്തിന് ശേഷം ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ അത് വീണ്ടും അവിടുന്ന് ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് ഇറ്റ്സ് എ റീഇൻട്രൊഡക്ഷൻ ടു ദ ടൈം പാസ്റ്റ് ആൻഡ് ദ പ്രൊഫസി പ്രോഗ്രാം. മുൻകാലങ്ങളിലും പ്രവചന പദ്ധതിയിലേക്കും വീണ്ടും നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കൊന്ന് വായിക്കാം. ഈ അന്ത്യകാലത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, നമുക്കൊന്ന് വായിക്കാം. ഇത് പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 14 തൊട്ട് 21 വരെയുള്ള വാക്യമാണ്. നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളുവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ വായിക്കുന്നില്ല, നമ്മൾ മുമ്പത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ഹെബ്രായർക്കെഴുതിയ ലേഖനം ആരംഭിക്കുന്ന അന്ത്യകാലത്തിനെ കുറിച്ച് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ പത്രോസ് അപ്പോസ്തലൻ പ്രവൃത്തികളുടെ പുസ്തകം 2:14 തൊട്ട് 21 വരെ ഉള്ള ഭാഗം എടുത്ത് പ്രസംഗിക്കുമ്പോൾ 17-ാമത്തെ വാക്യം തൊട്ട് 21-ാമത്തെ വാക്യം വരെ യോവേൽ പ്രവചനം 2-ാം അധ്യായം 28 തൊട്ട് ഉള്ള ഭാഗങ്ങളുടെ ഡയറക്റ്റ് കൊട്ടേഷനാണ്. നമുക്കറിയാം 17-ഉം 18-ഉം നിവർത്തിച്ചു പെന്തക്കോസ് നാളിൽ, ഇല്ലേ? അതേസമയം 19 തൊട്ട് 21 വരെയുള്ള വാക്യം നടന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് ആരംഭിക്കുന്നത്, കൃപയുടെ യുഗം ആരംഭിക്കുന്നത്. ഈ 2 വാക്യങ്ങളെ സെപ്പറേറ്റ്, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലാണ്, ഇല്ലേ? ആ സമയത്ത് ആകാശം, ഭൂമി, ഈ പുക തൂണ്, അഗ്നിസ്തൂണുകൾ, ഇതൊന്നും നടന്നില്ല. അത് നടക്കാൻ പോവായിരുന്നു. പക്ഷെ കർത്താവ് തൻ്റെ കൃപയിൽ കൃപായുഗം ആരംഭിച്ചു. നമുക്ക് അടുത്ത കാര്യം ആരംഭിക്കുന്നത് ദ എൻഡ് ടൈംസ്, അന്ത്യകാലത്തിലേക്കുള്ള ഒരു റെഫറൻസ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം പറഞ്ഞ ഈ അന്ത്യകാലം,
നമുക്ക് ആ അന്ത്യകാലത്തെക്കുറിച്ച് നമ്മൾ മുമ്പേ വായിച്ച് കേട്ടല്ലോ. ആ, വീണ്ടും അതാരംഭിക്കുക. നമുക്കറിയാം, ഏ, എന്നാ, ഈ റാപ്ചറിന് ശേഷം, സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം ഒരു കാലയളവുണ്ട്, ഏ, ഒരു പ്രോഫറ്റിക് ഗ്യാപ്പ് ഉണ്ട്. കാരണം ഈ ആന്റൈ ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവുമായിട്ട് 7 വർഷത്തെ കരാർ ഇസ്രായേൽ ഒപ്പ് ഇടുമ്പോഴാണ് ദാനിയേൽ പ്രവചനത്തിന്റെ 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ, ആ ഒരു സമയം വരെ ഒരു അൺസ്പെസിഫൈഡ്, അൺസർട്ടൻ ടൈം പീരീഡ് ഉണ്ട്. റൈറ്റ്? അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ദാനിയേൽ പ്രവചനം 11-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈജിപ്തും സൗത്ത്, ദ കിങ് ഓഫ് സൗത്ത് ആൻഡ് ദ കിങ് ഓഫ് നോർത്ത് തമ്മിൽ ഒരു 3 യുദ്ധങ്ങളുണ്ട്. അതിനുശേഷം മിഡിൽ ഈസ്റ്റിൽ 10 രാജാക്കന്മാർ വരുന്നു. ഈ 10 രാജാക്കന്മാരിൽ 3 രാജാക്കന്മാരെ എതിർ ക്രിസ്തു പിഴുതെടുക്കും. അതായത് അവരുടെ രാജ്യത്തെ കൈവശമാക്കും ബലമായി. ബാക്കി 7 രാജാക്കന്മാർ സ്വമേയ അവരുടെ കിരീടങ്ങളെ താഴ്ത്തു വെക്കും. അതായത് അവര് ആന്റൈ ക്രൈസ്റ്റിന് കീഴടങ്ങും. അപ്പോൾ ആന്റൈ ക്രൈസ്റ്റ് അതിന് ശേഷമാണ് ആ പവറിലേക്ക് വരുന്നത്. അപ്പോൾ അനേക കാര്യങ്ങൾ നടക്കാനുണ്ട് ആ ഒരു കരാറ് സൈൻ ചെയ്യുന്നതിന് മുമ്പ്. അതാണ് അവിടെ ഒരു പ്രോഫറ്റിക് ഗ്യാപ്പ് ഇരിക്കുന്നത്. അതെത്രാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. നമുക്ക് മുൻപോട്ട് പോകാം. ഇറ്റ്സ് എ റീസ്റ്റാർട്ടിംഗ് ഓഫ് ദ കിങ്ഡം ഗോസ്പൽ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം രാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും ആരംഭിക്കുകയാണ്. നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ന്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ. അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഏത് സുവിശേഷമാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പ്രസംഗിക്കപ്പെടുന്നത്? പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത കൃപയുടെ സുവിശേഷമാണോ? വിശ്വാസത്താൽ നീതീകരണമാണോ? ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ, വിതൗട്ട് വർക്ക്സ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ്, സാൽവേഷൻ ദാനമായിട്ടാണോ ഇവിടെ കാണിച്ചിരിക്കുന്നത്? അല്ല. ഇല്ലേ? ഇവിടെ എന്ത്? രാജ്യത്തിന്റെ പദ്ധതിയുടെ ദ കണ്ടീഷണൽ സാൽവേഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെയും ഈ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെയുള്ള കാലഘട്ടത്തിലെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. റൈറ്റ്? അപ്പോൾ ഏത് സുവിശേഷമാണ് നമ്മുടെ യേശുക്രിസ്തു പ്രസംഗിച്ച് അത് തന്നെ വീണ്ടും അപ്പോൾ അത് തന്നെയാണ് അപ്പോസ്തലന്മാർ, 12 അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പ്രസംഗിച്ചത്. അവരുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിരുന്നു. അതേ കാര്യം വീണ്ടും ആരംഭിക്കുകയാണ്. ഇല്ലേ? നമുക്ക് നോക്കാം. കണ്ടീഷണൽ സാൽവേഷൻ ഇൻ ദ കിങ്ഡം ഗോസ്പൽ ഈസ് എവിഡന്റ്. രാജ്യത്തിന്റെ സുവിശേഷത്തിൽ വ്യവസ്ഥകളുമായിട്ടുള്ള രക്ഷ വ്യക്തമാണ്. നമുക്കത് നോക്കാം. ഒന്നാമത്തെ 5 വാർണിംഗ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്? ദ ഡേഞ്ചർ ഓഫ് ഡ്രിഫ്റ്റിംഗ് എവേ ഫ്രം ദ ട്രൂത്ത്. സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് എതിരെ ഉള്ളൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെ. നമുക്കത് പിന്നീട് വായിക്കാം. ഈ ഓരോന്നും നമുക്ക് ഇന്ന് നോക്കാം. ദ ഡേഞ്ചർ ഓഫ് അൺബിലീഫ്, the danger of spiritual immaturity, the danger of backsliding, the danger of indifference. 5 വാർണിംഗ്, മുന്നറിയിപ്പുകൾ കൊടുക്കുക. ഈ 5 കാരണങ്ങളാൽ ഒരു വ്യക്തിക്ക് രക്ഷ നഷ്ടപ്പെടാൻ കഴിയും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ ആരംഭിക്കുന്ന രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ പദ്ധതിയിൽ. എന്നാൽ ഇന്ന് നമുക്കറിയാം, കൃപായുഗത്തിൽ നാം കൃപയുടെ സുവിശേഷം, അതായത് നമ്മുടെ രക്ഷയുടെ സുവിശേഷം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നതും പലയിടങ്ങളിൽ പൗലോസ് എൻ്റെ സുവിശേഷ പ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്ന ആ സുവിശേഷ പ്രകാരം നാം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ, നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ
എന്താണ്? പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി നൽകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ ഇടുകയാണ്. ആ മുദ്ര എന്ന് വരെയുണ്ട്? ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെ. അതെന്നാണ് നടക്കുന്നത്? ഉൽപ്രാവണത്തിൽ. അപ്പോൾ കൃപായുഗത്തിലെ ഓരോ വിശ്വാസിയും ഉൽപ്രാവണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുക. വി ആർ ബീൻ പ്രീഡെസ്റ്റൈൻഡ് അൺടു ദ ഡേ ഓഫ് റിഡംഷൻ. അതാണ് ദ അഡോപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? ദത്തെടുപ്പിന്നാൾ. അതാണ്. ഓക്കെ. അതേസമയം അങ്ങനെ അല്ല ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ദ പെർസിവറൻസ് ഓഫ് സെയിൻസ്. നമുക്കിന്ന് പെർസിവർ ചെയ്യേണ്ട ആവശ്യമില്ല, റൈറ്റ്? കാരണം നമ്മുടെ പെർസിവറൻസ് കൊണ്ടല്ല ഇന്ന് നമ്മൾ രക്ഷപ്പെടുന്നത്, ഇല്ലേ? സാൽവേഷൻ ലഭിക്കുന്നത് അതൊരു ദാനമാണ്, ഇല്ലേ? നമ്മുടെ ഓരോ പ്രവൃത്തിയും കൂടെ അതാണ്, നമ്മുടെ വിശ്വാസം മാത്രമാണ്, ഇല്ലേ? അതേസമയം ഹെബ്രായർക്കെഴുതിയ ലേഖനം തൊട്ട് അങ്ങോട്ട് ഉള്ള ഭാഗങ്ങളിൽ ഒരു വ്യക്തിക്ക് അവസാനം വരെ വിശ്വസ്തനായി നിൽക്കണം, എന്നാലേ രക്ഷ പ്രാപിക്കത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആരംഭിക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ മുന്നറിയിപ്പ്. സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പ്. എബ്രായർ 2:1-4 വരെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? കണ്ടോ, എങ്ങനെ തെറ്റിയൊഴിയും? മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഒരു വാർണിംഗ്. അടുത്ത രണ്ടാമത്തെ വാർണിംഗ്, അവിശ്വാസത്തിനെതിരെ ഉള്ള മുന്നറിയിപ്പ്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. എബ്രായർ 3:7 മുതൽ 4-13 വരെയുള്ള ഭാഗമാണ് ദ വാർണിംഗ് എഗെയിൻസ്റ്റ് അൺബിലീഫ്. അവിശ്വസിച്ചാൽ രക്ഷയില്ല. മൂന്നാമത്തെ മുന്നറിയിപ്പ് ആത്മീക വളർച്ചയുടെ അഭാവം ത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇങ്ങനെ. അതായത് ഇവർ ഓരോരുത്തരും ഹെബ്രായർക്കെഴുതിയ ലേഖനം, അതിന്റെ ഓഡിയൻസ് അവർ നല്ല ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലം സമയം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അവർ ആ ശിശുക്കളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു കാര്യം വർണ്ണിച്ചതിന് ശേഷമാണ് 6-ാം അധ്യായം 1-6 വാർണിംഗ് കൊടുക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് അടുത്ത 4-ാമത്തെ മുന്നറിയിപ്പാണ് വാർണിംഗ് എഗെയിൻസ്റ്റ് ബാക്ക് സ്ലൈഡിങ്. പിന്മാറ്റത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള
ക്രോധാഗ്നിയുമേ ഉള്ളൂ. എബ്രായർ 10:26-27. അപ്പൊ പ്രിയമുള്ളവരെ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നമുക്ക് പിന്മാറാൻ കഴിയുമോ? ഇല്ല. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയുക്കെഴുതിയ ലേഖനത്തിൽ എന്താണ് പറഞ്ഞത്? നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനാണ്. ഇല്ലേ? അതേസമയം അങ്ങനെയല്ല ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ ആരംഭിക്കുന്ന യുഗത്തിൽ. അവർക്ക് അവസാനം വരെ പിടിച്ചു നിൽക്കണം. അഞ്ചാമത്തെ മുന്നറിയിപ്പ്, നിസ്സംഗതക്കെതിരെയുള്ള മുന്നറിയിപ്പ്. എബ്രായർ 12:14-17 വരെ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ജാഗ്രതയായിരിപ്പിൻ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുവാനും വല്ല കയ്പുമുള്ള വേരും ഒളിച്ച് പൊങ്ങി കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുവാനും ഇടയാകുമല്ലോ. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിനിട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ? ഇവിടെ അപ്പോൾ നോക്കണേ, ഏശാവിന്റെ ഉദാഹരണം എടുത്തിട്ട് പറയുക. ഏശാവ് എന്ത് ചെയ്തു? ഏശാവ് വളരെ അധ്വാനിച്ചിട്ട് അല്പം വിശപ്പും ദാഹമായിട്ടൊക്കെ വന്നപ്പോൾ യാക്കോബ് നല്ല ചുമന്ന പയർ പായസവുമായിട്ട് അവരുടെ അടുക്കൽ വന്നപ്പോൾ ഏശാവ് ചിന്തിച്ചു, ഓ, ഈ ജ്യേഷ്ഠാവകാശം കൊണ്ട് ഞാൻ എന്നോ ചെയ്യാനാ? ഈ ജ്യേഷ്ഠാവകാശം കൊണ്ട് എന്ത് പ്രയോജനം? മനുഷ്യന് വിശക്കുമ്പോൾ ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്യും? അത് യാക്കോബിന് വിറ്റുകൊടുത്തിട്ട് ഒരു പയർ പായസം വാങ്ങിച്ച് കുടിച്ച് തൃപ്തനായി. അതിന് ശേഷമാണ് ഏശാവ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. സീരിയസ്നെസ് മനസ്സിലായപ്പോൾ കണ്ണുനീരോടുകൂടി, അപ്പാ എനിക്ക് ഒരു അനുഗ്രഹം പോലും ഇല്ലേ എന്ന് മാനസാന്തരപ്പെട്ട് കരഞ്ഞ് അപേക്ഷിച്ചിട്ടും അവൻ അനുഗ്രഹം എന്തില്ല? ലഭിച്ചില്ല. ആ ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തില്ല? അവന് ലഭിച്ചില്ല. അതുപോലാണ് ഈ മഹോപദ്ര കാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ വിശപ്പ്, പട്ടിണി, ദാഹം, നിന്ന, നഗ്നത, എല്ലാവിധമാകുന്ന പീഡനമുണ്ട്. ഇല്ല, തീയിൽ കൂടി എന്ന പോലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധന എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. ഇല്ലേ? ആ ഒരു സമയത്ത് പിന്മാറി സാത്താന്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏറ്റെടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വീണ്ടും വിൽക്കുവാനും വാങ്ങുവാനും പറ്റും. അവർക്ക് വീണ്ടും ഒരു സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും. അപ്പോൾ അതിനെതിരുള്ളൊരു മുന്നറിയിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പിന്മാറിപ്പോയാൽ നിങ്ങൾക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയല്ലാതെ, അതായത് നിത്യനരകമല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നാണ് ഈ വാർണിംഗ് പറയുന്നത്. അപ്പോൾ 5 വാർണിംഗ് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലുണ്ട്. അത് നമ്മൾ ഇന്ന് നോക്കി. അടുത്തത് വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു കാര്യമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. റൈറ്റ്? നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി, പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയും, പൗലോസ് അപ്പോസ്തലനും ആദ്യഘട്ടത്തിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ തൂവാല വരെയും വീട്ടിൽ വാങ്ങിപ്പോയി രോഗികളുടെ മേൽ വെക്കുമ്പോൾ അവർക്ക് സൗഖ്യമാകുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു അത്ഭുതങ്ങളും അടയാളങ്ങളും പതിയെ ക്രമേണ കുറഞ്ഞു വരുന്നതും ഒടുവിൽ അത് നിൽക്കുന്നതുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തിമോത്തിയോസിനോട് പൗലോസ് പറയുക, നിന്റെ ഉദര രോഗത്തിന് വേണ്ടി നീ അല്പം വീഞ്ഞ് സേവിക്കുക. അപ്പോൾ വീഞ്ഞ് എന്ന് പറയുമ്പോൾ ഈ 3 രീതിയിലാണ് യഹൂദരുടെ ഇടയിലുള്ള വീഞ്ഞിന്റെ കാറ്റഗറി. ഒന്ന്, 1 യൂണിറ്റ് അല്ലെങ്കിൽ 20 യൂണിറ്റ് വെള്ളത്തിൽ 1 യൂണിറ്റ് പ്യോർ ഗ്രേപ്പ് ജ്യൂസ് ഇടുക. അത് എന്ത് ചെയ്യും? ആ വെള്ളത്തെ ശുദ്ധീകരിക്കും. അതാണ് അവരുടെ നിത്യ കുടിവെള്ളം. ഈ കുടിവെള്ളമാണ് കാനാവിലെ കല്യാണത്തിൽ തീർന്നു പോയത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് 20 യൂണിറ്റ് വെള്ളത്തിൽ 1 യൂണിറ്റ് വീഞ്ഞ് ഒഴിച്ച് ആ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത്. അതായത് നമ്മൾ നാട്ടിൽ ഈ കരിങ്ങാലി വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് പോലെ കുടിവെള്ളമാണത്. ഓക്കെ. അടുത്തതാണ് 50-50, അതായത് പകുതി വെള്ളത്തിൽ പകുതി
വീഞ്ഞ് ഒഴിക്കുന്നത്. അത് ചികിത്സയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. അതായത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയൊക്കെ അവർ യൂസ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. എന്നാൽ അത് അധികം കുടിച്ചാൽ തലക്കെന്ത് ചെയ്യും? പിടിക്കും. ഓക്കെ. മൂന്നാമത്തെ ലെവലാണ് വെള്ളം ചേർക്കാതെ വീഞ്ഞ് കുടിക്കുന്നത്. അത് പൈശാചികമായിട്ടാണ് യഹൂദ പിന്നെ ഫാദേഴ്സ് കണക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 50-50, അതായത് പകുതി വെള്ളവും പകുതി വീഞ്ഞും മിക്സ് ചെയ്ത് കുടിക്കുന്ന കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ. അല്ലാതെ കള്ളു കുടിക്കുന്ന കാര്യമല്ല പൗലോസ് പറയുന്നത്. അടുത്തത്, എഫ്രദോത്യസ് രോഗിയായി, മരണത്തോളം രോഗിയായി കിടന്നു. നോക്കണേ, പൗലോസ് പ്രാർത്ഥിക്കുന്നില്ലെന്നാണ്. പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി രോഗസൗഖ്യം കിട്ടാഞ്ഞത്? കാരണം ആ ഒരു യുഗം കഴിഞ്ഞുപോയി ആ ടൈമിൽ, ഇല്ലേ? എന്നാൽ ഹെബ്രായർക്കെഴുതിയ ലേഖനം വീണ്ടും ആ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ത് ചെയ്യുക? റീഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ മുമ്പ് വായിച്ച വാക്യം, ഹെബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 3-4 ഉള്ള ഭാഗങ്ങൾ നമുക്ക് വീണ്ടും ആ സൈൻസ് ആൻഡ് വണ്ടേഴ്സിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് ഈ സഭയുടെ ഉത്ഭ്രാവണം കഴിഞ്ഞാൽ, അത് റാപ്ചർ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ പരിശുദ്ധാത്മാവില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കുറഞ്ഞു പോകുന്നു എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. മർക്കോസിന്റെ സുവിശേഷം 16 അതിന്റെ 17 തൊട്ട് 20 വരെയുള്ള വാക്യം, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആഫ്റ്റർ ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. നോക്കാം അതെങ്ങനെയാണ്. മർക്കോസ് 16:17 തൊട്ട് 20 വരെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് യേശു പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഈ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം, അല്ലേ? നമുക്കറിയാം, ശുദ്ധജലം, വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്, ശുദ്ധജലമെല്ലാം രക്തം പോലെ ആയി നാറും, വിഷകരമാവും. അവിടെ നിന്നും ഈ യഹൂദർക്ക്, ഓടി രക്ഷപ്പെടുന്ന യഹൂദർക്ക് കുടിവെള്ളം പോലും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവര് വിഷകരമായത് കുടിച്ചാലും അവർക്ക് ഒരു ഹാനി വരികയില്ലെന്നാണ് പറയുന്നത്. ഇത് ആ ടൈമിലുണ്ടായിരുന്നു, ഇനിയും അത് നടക്കും. അടുത്തത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് സഭയുടെ റാപ്ചറിന് ശേഷം. നമുക്ക് ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 3:7. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ. എബ്രായർ 6:4. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പൊ കണ്ടോ, സഭയുടെ റാപ്ചറിന് ശേഷം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? അരുളി ചെയ്യും. വീണ്ടും പരിശുദ്ധാത്മാവിനെ ആൾക്കാർക്ക് പ്രാപിക്കാൻ കഴിയും. ഇനി നോക്കാം, എബ്രായർ 9:8. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സൂചന. എബ്രായർ 10:15. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു. ഇനി നോക്കണേ, കിങ് ജെയിംസ് ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 16 ഇടങ്ങളിൽ ആത്മാവ് എന്ന വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. കിങ് ജെയിംസ് ബൈബിളിലെ ആത്മാവ് പറയുന്നു, 7 സഭകൾക്ക് എഴുതുന്നു. മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നോക്കണേ, വെളിപ്പാട് പുസ്തകം 22:17 വാക്യം വരെയും നമുക്ക് നോക്കാം. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. കണ്ടോ, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, ഇല്ലേ? ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ബ്രൈഡ് സേസ് കം.
വെളിപ്പാട് 22:17. അപ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടി ആരാ? മഹോപദ്രകാലത്തിൽ കൂടി കടന്നു പോകുന്ന ദ ജൂയിഷ് റെമനന്റ്, ഇസ്രായേലിന്റെ ചെറിയ ശേഷിപ്പ്, ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്. മനസ്സിലാകുന്നുണ്ടോ? അവരും എങ്ങനെയാണ് പറയുന്നത്? കർത്താവെ വേഗം വരണേന്ന് എങ്ങനെ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനോട് ചേർന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാം. ഈ പരിശുദ്ധാത്മാവ് അല്ലേ ഈ എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ തടയുന്നത്? നമുക്ക് നോക്കാം. ആ ഒരു വാക്യം 2 തെസ്സലോനിയർ 2-7 തൊട്ട് 8 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവന് കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഇവിടെ ആരാണ് തടുക്കുന്നവൻ എന്നാണ് ചോദ്യം. പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അതേ പ്രവർത്തനം മുന്നോട്ട് തുടരുകയാണ് നമ്മൾ കാണുന്നത്, ഇല്ലേ? അപ്പോൾ തടുക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ് തടുക്കുന്നത്. നമ്മൾ നോക്കണേ, ആന്റൈ ക്രൈസ്റ്റ് അഥവാ ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് ഇല്ലായിരുന്നു എങ്കിൽ, ഈ ഒരു കാലഘട്ടം ഇല്ലായിരുന്നു എങ്കിൽ ആന്റൈ ക്രൈസ്റ്റ് വെളിപ്പെടേണ്ട സമയമായിരുന്നു. പക്ഷെ അവനെ തടഞ്ഞത് ആരാണ്? ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. കൃപായുഗത്തിൽ കർത്താവ് രൂപീകരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ആ സഭ ഉൽപ്രാവണത്തോടുകൂടി എടുക്കപ്പെടുന്നതിന് ശേഷം വീണ്ടും പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരാണ് ആ സമയത്ത് ഈ ഭൂമിയിൽ ഇല്ലാത്തത്? 2 കാര്യം. ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ ആരംഭിച്ച ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഭൂമി പാഴും ശൂന്യവുമായിരുന്നപ്പോൾ വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തിരുന്നു? വ്യാപരിച്ചിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഒരിക്കലും എൻഡാകുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് അനേക വാക്യങ്ങൾ നമുക്ക് പിന്നീട് എടുക്കാം. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. തടുക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല, തടുക്കുന്നവൻ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. ഈ കൃപായുഗത്തിൽ കർത്താവ് രൂപീകരിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്കണം, പൗലോസ് അപ്പോസ്തലൻ കൊടുത്ത വെളിപ്പാടുകളിൽ ഒന്നാണ് ഇസ്രായേൽ മക്കളുടെ ഒരു ഭാഗത്തിന് അന്ധത വന്നിരിക്കുന്നു, ജാതികളുടെ സംഖ്യ പൂർണ്ണമാകും വരെയും. മനസ്സിലാകുന്നുണ്ട്? ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുമ്പോൾ ഉൽപ്രാവണം നടക്കും. അതിനുശേഷം പിന്നെ ദൈവം വീണ്ടും ഹെബ്രായരോട്, അതായത് യഹൂദന്മാരോട് ആരംഭിക്കുക തന്റെ പ്രവർത്തനം. ഓക്കെ, നമുക്ക് മുൻപോട്ട് പോകാം. അടുത്തൊരു കാര്യം പുനരാരംഭിക്കുന്നത് ദ മിനിസ്ട്രി ഓഫ് ഏഞ്ചൽസ് ആണ്, ദൂതന്മാരുടെ സേവനം. നമുക്ക് വായിച്ചു നോക്കാം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 1-13 വരെയുള്ള വാക്യം നമുക്ക്. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? കണ്ടോ? അവർ ഒക്കെയും. ആരാണ് ഈ 14-ാമത്തെ വാക്യത്തിലെ അവർ ഒക്കെയും? അതാരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? ദൂതന്മാരെ കുറിച്ചാണ്. അവരുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ വീണ്ടും ആരംഭിക്കുകയാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ. കേട്ടോ? അവർ ആരുടെ സേവനം ചെയ്യുന്നു? രക്ഷ പ്രാപിപ്പാൻ ഉള്ളവരുടെ. അപ്പോൾ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ഉള്ളവരുടെ രക്ഷ, അവർ വിശ്വസിക്കുന്ന മാത്രമേ അവർക്ക് രക്ഷ പ്രാപിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് അവസാനം വരെ എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കണം. അവരുടെ രക്ഷ ഒരു ഫ്യൂച്ചർ ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. അതേസമയം ഇന്ന് നമ്മുടെ രക്ഷ എന്തുവാ? എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ ഈ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത് നമ്മൾ വിശ്വസിക്കുന്ന മാത്രമേ ആണ്, അല്ലേ? അതേസമയം ഹെബ്രായർക്കെഴുതിയ ലേഖനം വീണ്ടും ദൂതന്മാരുടെ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് ഏഞ്ചൽസ് വീണ്ടും ആരംഭിക്കുകയാണ്.
പണ്ട് ഒരു കഥ ഞാൻ കേട്ട, നമ്മുടെ ഒരു ദേവദാസൻ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട്ടിലെ ആ വാഴ നല്ല കൊലച്ച് വിളഞ്ഞു നിന്ന ഒരു വാഴക്കൊല കള്ളന്മാര് മോട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആ ദേവദാസൻ പുറത്ത് വീടിന് വെളിയിൽ ഇറങ്ങി നിന്നിട്ട് ഉറക്കെ ശബ്ദത്തിൽ ഗബ്രിയേലേ, മീഖായേലേ, ഇവിടെ വാ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഈ മോട്ടിച്ചുകൊണ്ട് പോയ ആള് തന്നെ അത് കേട്ടപ്പോൾ പേടിച്ച ആ കൊല തിരിച്ചു കൊണ്ടു കൊടുക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് പലരും ചിന്തിക്കുന്നു നമുക്ക് ഇന്ന് ദൂതന്മാരുടെ പരിപാലനമുണ്ട് എന്ന്. അല്ല, ദൂതന്മാരുടെ സേവനം ആർക്കാണ്? ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദ ഏഞ്ചൽസ്, ദൂതന്മാർ. ഓക്കെ, ഇന്ന് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഇന്ന് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിലാണ്. നമുക്ക് എല്ലാവിധ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ നമുക്ക് വരാൻ കഴിയും. ഇല്ലേ? ഇപ്പൊ ദൂതന്മാരുടെ സേവനം യഹൂദന്മാർക്ക് അത് വീണ്ടും ആരംഭിക്കുകയാണ്. ഇല്ലേ? നമുക്കതിൻ്റെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് നിഴലായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. മഹോപദ്ര കാലത്തിൽ കൂടി കടന്നു പോകുന്ന ഇസ്രായേൽ മക്കളുടെ നിഴലുകൾ പഴയ നിയമത്തിലുണ്ട്. ഒന്ന്, ഇയ്യോബിന്റെ കഷ്ടതയും അവസാനത്തിൽ ഇയ്യോബിന് എല്ലാ അനുഗ്രഹങ്ങളും ഇരട്ടി മടങ്ങായി ലഭിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് ദ ട്രിബുലേഷൻ പീരീഡിൽ കൂടി കടന്നുപോയി വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന യഹൂദ ശേഷിപ്പിനെ കുറിച്ച് ഉള്ളൊരു നിഴലാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ബന്ധിതരായിരുന്നു. എന്നാൽ ദൈവം അവരെ എങ്ങനെ അത്ഭുതകരങ്ങളാൽ രീതിയിൽ ദൈവം വിടുവിച്ചു. അതൊരു അടയാളമാണ്. അതുപോലെ തന്നെ മോശയുടെ ജീവിതം, യോസേഫിന്റെ ജീവിതം, ദാവീദിന്റെ ജീവിതമൊക്കെ പല അവരുടെ അനുഭവങ്ങൾ ഇതിൻ്റെ ഒരു ഷാഡോ ആണ്, ഇതിൻ്റെ ഒരു മുൻനിഴലാണ്. ദാവീദ് പറയുകയാണ് 23-ാം സങ്കീർത്തനത്തിൽ, മരണ നിഴൽ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കും. നോക്കണം, ഈ മരണ നിഴൽ താഴ്വര എന്തുമാണ്? മഹോപദ്രകാലത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ 3.5 വർഷം, രണ്ടാമത്തെ 3.5 വർഷം. രണ്ടാമത്തെ 3.5 വർഷമാണ് മരണ നിഴൽ താഴ്വര. ദാവീദ് പ്രവചനാത്മാവിൽ പറയുകയാണ്, ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം ഇസ്രായേൽ മക്കളോട് കൂടെ, ആ ശേഷിപ്പിനോട് കൂടെ ദൈവത്തിന്റെ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ട്. സങ്കീർത്തനം 23. 22-ാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ദാവീദ് വർണ്ണിക്കുന്നത്. അതെല്ലാം ഒരു മെസ്സിയാനിക് സാമ. യോനയുടെ ജീവിതം, കർത്താവായ യേശുക്രിസ്തുവിനോട് ഒരു അടയാളം ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അടയാളമേ തരത്തുള്ളൂ, അത് യോനയുടെ അടയാളം. യോന എങ്ങനെ, യോനയെ കുറിച്ച് ആൾക്കാർ പലപ്പോഴും ചോദിക്കും, യോന മരിച്ചായിരുന്നോ എന്ന്. അതോ നമ്മൾ പറയുക മരിച്ചില്ലെന്ന് പറഞ്ഞാൽ ഉടനെ പറയും യേശുക്രിസ്തുവും മരിച്ചില്ലായിരുന്നു, യോന എങ്ങനെ ആ തിമിംഗലത്തിന്റെ വയറ്റിൽ മയങ്ങിക്കിടന്നു, അതുപോലെ മയക്കാവസ്ഥയായിരുന്നു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഓക്കെ, പക്ഷെ യോന വാസ്തവമായിട്ട് മരിക്കുകയാ ചെയ്യുന്നത്. ഇല്ലേ? മരണ പാതാളം എന്നെ ചുറ്റി എന്നൊക്കെ യോനയുടെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ മിറാക്കുലസ്ലി ശരീരത്തിന് ഒരു കേടുകൂടാതെ ദൈവം വീണ്ടും ജീവിപ്പിക്കുകയാണ് യോനയെ. അതാണ് യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ശരീരം കേടാകുന്നതിന് മുന്നേ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. മനസ്സിലാകുന്നുണ്ടോ? അതെന്താണ്? ഈ ട്രിബുലേഷൻ സെയിൻസിന്റെ ഒരു നിഴലാണ്. ഇല്ലേ? കർത്താവ് പറഞ്ഞതെന്തോ, ഞാൻ നിങ്ങളുടെ കല്ലറകളെ തുറന്ന് നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ഇസ്രായേൽ ദേശത്ത് ഞാൻ കൊണ്ടുവരും. മനസ്സിലായോ? പ്രവചന പദ്ധതിയാണ്. ദാനിയേൽ സിംഹക്കുഴിയിലായിരുന്നപ്പോൾ അത് സെയിൻസ്, ഇസ്രായേൽ മക്കൾ മഹോപദ്ര കാലത്തിൽ കൂടി കടന്നു പോകുന്നൊരു അടയാളമാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോ തീച്ചൂളയിലായിരുന്നപ്പോൾ 4-ാമൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. നെബൂഖദ്നേസർ പറഞ്ഞു, അവൻ ദൈവപുത്രൻ പോലെ.
NIV ബൈബിളും ബാക്കിയുള്ള ബൈബിൾ അവിടെ സ്മോൾ ലെറ്റർ GODS ദേവന്മാരെ പോലെ നാക്കി. പക്ഷെ കിങ് ജെയിംസ് മാത്രമാണ് ക്യാപിറ്റൽ ലെറ്റർ SON ഓഫ് ക്യാപിറ്റൽ ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം അതിന്റെ ആ ഒരു ഇത്. പത്രോസ് അപ്പോസ്തലൻ നോക്കണേ, ജയിലിലായിരുന്നപ്പോൾ, കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ദൂതനെ ദൈവം അയച്ച് തട്ടി ഉണർപ്പിച്ച് കയ്യിലെ ചങ്ങലകൾ താഴെ വീണു, വാതിലുകൾ 1, 2, 3 തുറന്നു അല്ലെ. എന്നിട്ട് പത്രോസിനെ എങ്ങനെ ദൈവം ദൂതന്മാരെ അയച്ച് വിടുവിച്ചോ അതുപോലെ ഒരു ദൈവദൂതന്മാരുടെ ഒരു ശുശ്രൂഷ ആർക്കുണ്ട്? ട്രിബുലേഷനിൽ കൂടി കടന്നു പോകുന്ന സെയിൻസ്. യേശുക്രിസ്തുവിന്റെ ജീവിതവും ഇല്ലേ, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് യേശുക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷയുടെ ശേഷം അവിടെ എഴുതിയിരിക്കുന്നത് ദൂതന്മാർ വന്ന് കർത്താവിനെ എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഇതുപോലത്തെ ദൂതന്മാരുടെ ഒരു ശുശ്രൂഷ ആർക്കുണ്ട്? കർത്താവിൽ വിശ്വസിച്ച്, അതായത് ആന്റൈ ക്രൈസ്റ്റ് അല്ല മസിഹ എന്ന് വിശ്വസിച്ച് യഹൂദയിലെ പർവ്വതങ്ങളിലേക്ക് ഓടി അഭയം പ്രാപിക്കുന്നവരെ ഒരു പ്രത്യേക സംരക്ഷണമുണ്ട് അല്ലെ. അതാണ് 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം പറയുന്നത്, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. കണ്ടു അവിടെ പഴയ നിയമത്തിൽ ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, മോശയ്ക്ക് വെളിപ്പെട്ട ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഇല്ലേ, അതേ ടേം ആണ് ഉപയോഗിച്ചിരിക്കുന്ന കിങ് ജെയിംസ് ബൈബിൾ. എൻകാംപ്സ് അറൗണ്ട് ദോസ് ഹു ഫിയർ ഹിം ആൻഡ് ഹി ഡെലിവേഴ്സ് ദം. ദൈവത്തിന്റെ യഹോവയുടെ ദൂതൻ ചുറ്റും നിന്ന് തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കും. ഇതാ ഒരു കാര്യം വീണ്ടും ആരംഭിക്കുകയാണ് ഇല്ലേ. നമുക്ക് ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12:22. പിന്നെയും സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന. കണ്ടോ, ഈ ഹെവൻലി ഏഞ്ചൽസ് ഒരു സംഘം എവിടുണ്ട്? ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 13-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 2 വരെയുള്ള വാക്യത്തിൽ നമുക്ക് ദൈവദൂതന്മാരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും അല്ലെ. ദാനിയേൽ പുസ്തകം 12-ന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. കണ്ടോ, മീഖായേൽ എഴുന്നേൽക്കുകയാണ്. മഹോപദ്രവകാലം ആരംഭിക്കുന്നു. 2-ാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ് മഹോപദ്രവത്തിന്റെ. ആരെഴുന്നേറ്റു? മീഖായേൽ എഴുന്നേറ്റു. നോക്കണേ, ഈ നമ്മൾ 2 രാജാക്കന്മാർ 6-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഏലിയാവും ഗേഹസിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എലീശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഈ ദാസന്റെ കണ്ണുകളെ തുറക്കണമേ. അവർ തുറന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത്? ദൈവം ഗേഹസിയുടെ കണ്ണു തുറക്കുമ്പോൾ പർവ്വതങ്ങളും താഴ്വരകളിലെല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ അഗ്നിമയമായ രഥങ്ങളിൽ ചുറ്റിയിരിക്കുക. അതുപോലൊരു സംരക്ഷണം മുമ്പോട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത് ക്ഷമിക്കണം, ഇന്ന് ഇച്ചിരി സമയം കൂടിപ്പോയി. എന്നാൽ ഇത് ലാസ്റ്റ് സ്ലൈഡാണ്. ഇതാണ് നമ്മുടെ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ ഒരു ഔട്ട്ലൈൻ. പഴയ നിയമത്തിലെ പദാവലികളുടെ ഒരു വീണ്ടും ഉപയോഗം നമുക്ക് നോക്കാം. The recollection of the Old Testament terminologies. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തെ 3 നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. ആദ്യത്തെ ഭാഗം അതിന്റെ 1-ാം അധ്യായം മുതൽ 3-ാമത്തെ അധ്യായം വരെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് കാണിക്കുന്നതാണ്. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായവൻ, യേശു മോശയെക്കാട്ടിലും ശ്രേഷ്ഠൻ എന്നുള്ള 3 കാര്യങ്ങൾ നമുക്ക് 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ നമുക്ക് പഠിക്കാൻ കഴിയും. 2-ാമത്തെ കാര്യം ക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ ശ്രേഷ്ഠത.
കർത്താവ് മെച്ചപ്പെട്ട പൗരോഹിത്യനാണ്, മെച്ചപ്പെട്ട ഉടമ്പടിയുമായി വന്നു, മെച്ചപ്പെട്ട വിശുദ്ധ മന്ദിരം, എ ഗ്രേറ്റർ സാങ്ച്വറി, എ ബെറ്റർ സാങ്ച്വറി, എ ബെറ്റർ സാക്രിഫൈസ്, മെച്ചപ്പെട്ട യാഗം, മെച്ചപ്പെട്ട വാഗ്ദത്വവുമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം വീണ്ടും ചിത്രീകരിക്കുന്നത്. കണ്ടില്ലേ, വീണ്ടും ആ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അതേസമയം റോമർക്ക് എഴുതിയ ലേഖനം തൊട്ട് എന്താണ് പറഞ്ഞത്? നമ്മൾ വാഗ്ദത്തങ്ങൾക്കും ഉടമ്പടികൾക്കും അന്യരും പരദേശികളുമാണെന്നാണ് പറഞ്ഞത്, ഇല്ലേ? അതേസമയം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം വീണ്ടും കണക്ട് ചെയ്യുക പഴയതിലേക്ക്. ഓക്കെ, മൂന്നാമത്തെ ഭാഗം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ മഹത്വം, അതായത് വിശ്വാസത്തിന്റെ നിർവചനം, ഉദാഹരണങ്ങൾ, സഹിഷ്ണുതയുടെ ഉദാഹരണങ്ങൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം തൊട്ട് 12-ാം അധ്യായം വരെ കാണുന്നു. ക്രിസ്തുവിൽ എങ്ങനെ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകുന്ന വിശ്വാസികൾ എങ്ങനെ പരസ്പരം സ്നേഹിച്ച് മുൻപോട്ട് പോകണം എന്നുള്ള കാര്യം 13-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് 13-ാം അധ്യായം 18 തൊട്ട് 25 വരെയുള്ള വാക്യം. നമുക്ക് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. ഇന്ന്